എല്ലാവർക്കും നമസ്കാരം. ഇനിയിപ്പോൾ ഉടനെ തന്നെ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ തലത്തിലുള്ള വരുമാനവും ചെലവും ഒക്കെ കാണിക്കുന്ന ഒരു രേഖ അടുത്ത ഒരു വർഷത്തേക്ക്, സാമ്പത്തിക വർഷത്തേക്ക് ഉണ്ടാക്കുക എന്നാണ്. എന്നും അല്ലെങ്കിൽ ഒരു കാര്യത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പണത്തിൻ്റെ വിനിയോഗ രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പദ്ധതി ഇടുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ സാമ്പത്തിക വരവിനെയും ചെലവിനെയും കുറിച്ച് കൃത്യമായ പ്ലാനിങ് നടത്തി പാസ്സാക്കി എടുക്കുന്നതാണ് ഈ സംഭവം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാ വകുപ്പിൻ്റെയും മണ്ടയിൽ വലിയ പുള്ളികളുണ്ടല്ലോ, വലിയ കുഞ്ഞച്ചന്മാരുണ്ടല്ലോ, സെക്രട്ടറിമാരെന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ. കൃഷി വകുപ്പിനെ കുറിച്ചാണെങ്കിൽ അവരുടെ ചിലവുകൾ ധനമന്ത്രിയായിട്ട് വരുന്നവന് എഴുതി കൊടുക്കും. ഞങ്ങളുടെ ശമ്പളം, അതാണ് പ്രധാന ചിലവ്, ശമ്പളം. പിന്നെ ഞങ്ങളുടെ മറ്റ് ചിലവുകൾ നൂറുകണക്കിനുണ്ട്. അവസാനം വന്നു കഴിയുമ്പോൾ താഴോട്ട് വന്നിട്ട് തൈ മേടിക്കണം, വളം മേടിക്കണം, വിത്ത് മേടിക്കണം, ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ കളിപ്പിക്കാനുള്ള ഈ സാധനം മേടിക്കുന്നതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു ഇത്ര തുകയെന്നും പറഞ്ഞ് എഴുതി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ എല്ലാം വെട്ടും. ഇങ്ങനെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടെ കൊടുക്കുന്നത് എല്ലാം കൂടെ ഈ ധനമന്ത്രി എന്ന് പറയുന്ന ആളുടെ കയ്യിലോട്ട് വരും. അയാൾ എന്നാ കാണിച്ച് ചെയ്യും, അതിൻ്റെ മുകളിൽ ഈ ബീഫ് ഫ്രൈക്ക് മുകളിൽ ഈ സവോളയൊക്കെ അരിഞ്ഞു വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ കറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇച്ചിരി കരിയാപ്പലയൊക്കെ ഇടുന്നത് പോലെ, ഇത് അവതരിപ്പിക്കുമ്പോൾ ജനത്തിനെ കളിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയും കൂടെ. അതായത് 10,000 ഇങ്ങോട്ട് കൊള്ളയടിച്ച് മേടിച്ചിട്ട് ഒരു 10 രൂപ അങ്ങോട്ട് കൊടുക്കുന്നത്, വെറും 10 രൂപ, 10,000 രൂപ ഇങ്ങോട്ട് കൊള്ളയടിച്ചിട്ട് ഒരു വെറും 10 രൂപ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ ഈ കരിയാപ്പല ഇടുന്നത് പോലെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ചീഫ് സെക്രട്ടറിമാർ, ഈ തലപ്പത്തിരിക്കുന്നവന്മാർ ജനത്തിനെ എങ്ങനെ കൊള്ളയടിക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതെല്ലാം റെഡിയാക്കുമ്പം സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും ഒരു കുറവും വരരുത്. പരമാവധി ജനത്തിനെ ചിരിച്ചോണ്ടിങ്ങി കഴുത്തിറക്കണം. എന്ന് പറഞ്ഞാൽ അറത്തെന്നുള്ളത് കഴുത്ത് വിട്ട് കഴിയുമ്പോഴേ ജനത്തിന് മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ ഇങ്ങോട്ട് കണ്ടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, കറണ്ടുമില്ല, അങ്ങോട്ട് കൂട്ടി മനുഷ്യൻ പണിയെടുക്കുന്നത് മുഴുവൻ, അല്ലെങ്കിൽ സാധാരണക്കാർ പണിയെടുക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം കറണ്ടുമില്ല. അതുപോലെ വീടിൻ്റെ കരം, അതുപോലെ ഹരിതകർമ്മസേന, ഇങ്ങനെ ഓരോരോ വള്ളികൾ ഇങ്ങനെ വന്ന് ഇതെല്ലാം കൂടെ മേടിച്ച് കഴിയുമ്പം വീതം വെക്കാനുള്ളത് സാധാരണക്കാരുടെ കാണുകയല്ല. ഇതിനകത്ത് ഇനിയും ഞങ്ങൾ നേരത്തെ പല വീഡിയോകളും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത് പുതിയ ഭൂപരിഷ്കരണ നിയമം. പിന്നെ കുടിവെള്ളത്തിനും കിണറിനും ഒക്കെ ടാക്സ് വരുമെന്ന് കേൾക്കുന്നുണ്ട്. ചെയ്യാതിരിക്കുകയല്ല, കാരണം ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനോട് പറയും, എങ്ങനെയേലും ഇവന്മാരെ പിഴിഞ്ഞ് ഞങ്ങൾക്ക് 3.5 കോടി ജനത്തിൽ 5% താഴെ വരുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ വൃന്ദത്തിനെ തീറ്റിപ്പോറ്റാനുള്ളതാണ് ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും. ഒരു മാറ്റവും വേണ്ട. അപ്പോൾ ഇങ്ങനെ ജനത്തിൻ്റെ കണ്ണിൽ അവസാനം ജനത്തിന് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മിടുക്ക്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒന്നും കുറയാതെ ആവശ്യത്തിന് കൂട്ടിവെച്ചും അഴിമതിക്ക് അവസരം ഉണ്ടാക്കിയും പഴുതിട്ടും ഒക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. പണ്ട് പാലായിലെ കുളിര് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം നോട്ടിടുന്ന മെഷീന് ഭയങ്കര സ്പീഡ് കൂടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റാണ് പല കാര്യങ്ങളുടെയും നികുതി തീരുമാനിക്കുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനമന്ത്രിയുടെ ഒരു കൊയ്ത്തായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നതിന് കൂട്ടാതിരിക്കാൻ എൻ്റെ മെഷീൻ ഇച്ചിരി സ്പീഡിലും കൂടുതൽ സമയമോ എണ്ണേണ്ട സാഹചര്യം ഉണ്ടാക്കിയാൽ, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് സമ്മതിക്കില്ല. ഇപ്പം നികുതിയൊക്കെ തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ആയതുകൊണ്ട് ഇവന്മാർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവന്മാർ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാർ 10 ചില്ലറ ഉണ്ടാക്കാനുള്ള, അഴിമതി നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, റോഡില്ലാത്തടത്ത് പാലങ്ങളുണ്ടാക്കും. കേരളത്തിൽ 33 പാലങ്ങൾ റോഡില്ലാത്തടത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ റോഡ് അതിനുള്ള സ്ഥലം അക്വയർ ചെയ്തിട്ട് പാലം പണി തുടങ്ങണമെന്നുള്ളതാണ്. റോഡില്ലാത്തടത്ത പാലങ്ങൾ, പിന്നെ ലണ്ടനിലല്ലാത്ത ലണ്ടൻ ബ്രിഡ്ജ്, ഈയിടെ പറയുന്നത് കേട്ട് ഇടുക്കി മണ്ഡലത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ചതുപ്പ് പ്രദേശത്ത് കണ്ടത്തിലൊരു ചെക്ക് ഡാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ചുമ്മാ ബില്ലെഴുതി മാറി കമ്മീഷൻ മേടിക്കാൻ വേണ്ടി മാത്രമാണ്. കണ്ടത്തിൽ ചെക്ക് ഡാം ഉണ്ടാക്കി വെക്കുമ്പം അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് വെള്ളം നിൽക്കില്ലാത്തതുകൊണ്ട്, വെള്ളമില്ലാത്തത് കൊണ്ട്
അങ്ങനത്തെ ചെക്ക് ഡാമുകൾ ലീക്ക് വരുമെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പം M25 കോൺക്രീറ്റ് വെച്ച് ചെയ്തിട്ട് ലീക്ക് ഉണ്ടാകുന്നു. പിന്നെ ചെക്ക് ഡാം ഉണ്ടാക്കിയാൽ ലീക്കിൻ്റെ പ്രശ്നമുണ്ടോ? പിന്നെ ഈ വെള്ളമില്ലാത്ത കുറച്ച് പൈപ്പുകൾ കേരളം മുഴുവൻ റോഡ് മുഴുവൻ കുത്തിപ്പറിച്ച് പൈപ്പ് ഇട്ടിരിക്കുക. അതിനകത്തൂടെ ഒന്നും വെള്ളം വരാൻ പോകുന്നില്ല. കാരണം വെള്ളം വരണമെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ ഈ പൈപ്പുകൾ മുഴുവൻ പൊട്ടും. കുത്തി കിഴിച്ചിടത്തെല്ലാം മുഴുവൻ പാറയെല്ലാം വാരിയിട്ട് JCB കിഴിച്ചുറപ്പിച്ചാൽ പൈപ്പ് പൊട്ടാതിരിക്കുമോ? അങ്ങനത്തെ പൈപ്പുകൾ. പിന്നെ ഒരു കൊല്ലം കൊണ്ട് മനുഷ്യൻ്റെ തലയിലോട്ട് വിണ്ടു കീറി വീഴുന്ന മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ അങ്ങ് ചെയ്തു വെക്കാനുള്ള സംവിധാനത്തിൽ ഇതുണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ജനത്തിനെ പരമാവധി കൊള്ളയടിച്ചിട്ട് പറ്റില്ലെങ്കിൽ നമ്മുടെ GDP-യുടെ ഒരു 3% കേന്ദ്രത്തിൽ നിന്ന് ലോണും എടുക്കും. ഇതെല്ലാം കൂടെ കൂട്ടി ഈ കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികളാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 25-30 വർഷം വാറണ്ടിയുള്ള റോഡുകൾ, ഞാൻ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന 60 വർഷം വരെയൊക്കെ വാറണ്ടിയുള്ള റോഡുകൾ വിദേശത്തുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം വന്ന് പൈപ്പിന് മാന്തി കഴിഞ്ഞാൽ പിന്നെ അത് കുഴിയായിട്ട് അവിടെ കിടക്കും. മനുഷ്യൻ വേണേ പൊക്കോണം. ആ കുത്തുന്ന ദിവസങ്ങളിൽ വല്ല മഴയോ വല്ലതും പെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന വണ്ടിക്കാരൻ അവിടെ താന്ന് കിടക്കും. അതൊന്നും ഇവിടെയുള്ളവർക്ക് വിഷയമേ അല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ ടാറിങ്ങും ഈ കുഴി കുത്താൻ പോകുന്നെന്നുള്ളതൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാവുന്നതാണ്. പക്ഷേ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ ഉടനെ കുഴി കുത്തുന്നതുകൊണ്ട് ആദ്യത്തെ ടാറിങ് ചുമ്മാ ഇങ്ങനെ വെറ്റലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അത് വെച്ചങ്ങ് അടിച്ചു വിടും. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം എന്നാന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്വേഷിക്കേണ്ട പോലെ അന്വേഷിച്ചാൽ അതിൻ്റെ പുറകിൽ നിന്ന കോൺട്രാക്ടർമാരും അതിൻ്റെ പുറകിൽ നിന്ന ആളുകളും അതിൻ്റെ പുറകിൽ കരാറെടുത്തവന്മാരും ഒക്കെ അകത്തു പോകും. എനിക്കറിയാം ചില പഞ്ചായത്തുകളിൽ, കോട്ടയം ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ സർക്കാർ എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് എടുത്തതിനേക്കാളും 33% തുക കുറച്ച് പണി പിടിച്ചിട്ടുണ്ട്. ഒന്നാമത് ഈ സർക്കാർ എഞ്ചിനീയർമാർ എടുക്കുന്ന റേറ്റിന് തന്നെ പണി തീരണേ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും ചെയ്യണം. എന്നിട്ട് അതിനകത്തുനിന്ന് 33% കുറച്ച് വർക്ക് എടുക്കുന്നെങ്കിൽ ഇതെങ്ങനെ ചെയ്യാനാ? ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പം ചുറ്റുവട്ടത്തുള്ള പല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഇയാൾ തന്നെ എടുക്കുന്നത്. ഏതൊക്കെയാലും അതിൻ്റെ പുറകെ നിൽക്കുന്ന ആളുകൾ അത് NIA-യിലേക്ക് പരാതിയും കൊണ്ട് ഇപ്പോൾ പോയിരിക്കുക. NIA അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും ഈ 33% ഡിസ്കൗണ്ടിന് നാട്ടിലുള്ള പഞ്ചായത്ത് മുഴുവൻ വർക്ക് എടുത്താൽ എങ്ങനെ ഇത് മുതലാകുമെന്ന്, അല്ലെ മുതലാക്കാൻ പറ്റുമെന്ന്. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കുമ്പം പണ്ടൊക്കെ ഒരു വർക്ക് വരികയാണെങ്കിൽ ഒരു 10% ഉദ്യോഗസ്ഥന്മാരും ഒരു 10% രാഷ്ട്രീയക്കാരനും ഒരു 10% കോൺട്രാക്ടറിനും ലാഭം എടുക്കുമായിരുന്നു. ബാക്കി 70% നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 70% രാഷ്ട്രീയ പ്രവർത്തകന്മാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ അങ്ങ് വീതിച്ചെടുക്കും. ബാക്കി വരുമ്പോൾ എന്നതേലും നക്കപ്പിച്ചേ കാണുള്ളൂ, അതുകൊണ്ട് വഴിയിലിടും. അല്ലെ കോൺട്രാക്ടറും കൂടെ കൂടി 70% എടുത്തിട്ട് ബാക്കി 30% അങ്ങോട്ട് കൊണ്ടിടും. അന്നേരം പിന്നെ ഇതെങ്ങനെ നിൽക്കും? ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതെന്നാന്ന് ചോദിച്ചാൽ മണ്ട തൊട്ട് താഴെ വരെ, അതിപ്പോൾ ഏറ്റവും വലിയ തുള്ളി തൊട്ട് പഞ്ചായത്ത് മെമ്പർമാർ വരെ അഴിമതിയായി മാറി. അഴിമതിയുടെ കണക്ക് ഈ ദിവസങ്ങളിൽ ഞാനൊരു കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ, സർക്കാർ വർക്ക് ചെയ്യുന്നൊരു കോൺട്രാക്ടറോട് ചോദിച്ചു, കല്ലുകെട്ട് സിമെൻറ്റ് ഇട്ട് കെട്ടുന്നതാണ് RR മേസൺറി എന്നതിൻ്റെ പേര്. RR മേസൺറിയുടെ മിക്സിംഗ് റേഷ്യോ എന്നാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 1:1. അയാൾ ചിരിച്ചോണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നായി പറയുന്നത്. അയാൾ പറഞ്ഞു 1 ലോഡ് സിമെൻറ്റിന് 1 ലോഡ് മണലിന്. അപ്പോൾ ഞാൻ ഓർത്ത് 1 ചാക്ക് സിമെൻ്റ് എന്നായിരിക്കും പറയാൻ പോകുന്നത്. അയാൾ എടുത്തടിച്ച് പറഞ്ഞു 1 ലോഡ് മണലിന് 1 ചിരട്ട സിമെൻറ്റ്, 1:1, 1 ചിരട്ട സിമെൻറ്റ്. ഇപ്പം കേരളത്തിലെ ഏതാണ്ട് വർക്കുകളെല്ലാം അങ്ങനെയാണ്. പല വർക്കുകളും നമ്മൾ ഈ റോഡിൻ്റെ സൈഡൊക്കെ കെട്ടുന്ന കെട്ടുകൾ, ഇതിൻ്റെയൊക്കെ ബില്ലുകൾ മാറുന്നതിൻ്റെ അല്ലെ അതിൻ്റെയൊക്കെ മെഷർമെൻറ്റുകൾ പണി അറിയാവുന്ന വേറൊരു ഏജൻസിയെ വെച്ച് അന്വേഷിപ്പിക്കാമെങ്കിൽ ഇവിടുത്തെ കോൺട്രാക്ടർമാർ 90%, ഇവിടുത്തെ ഈ വർക്ക് നോക്കുന്ന എൻജിനീയർമാർ, അത് AXC ആണേലും അല്ലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണേലും അതിന് താഴോട്ട് ഇങ്ങോട്ട് ഓവർസർമാർ ആണേലും എല്ലാത്തിനെയും പറഞ്ഞു വിടാൻ പറ്റും. ഞാൻ ആ പുതിയ ഗവൺമെൻറ്റിനോട് പറയുന്നത്, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തു വെച്ച അഴിമതികൾ കണ്ടുപിടിച്ചാൽ മതി. അഴിമതികൾ കണ്ടുപിടിച്ചിട്ട് ഡിസ്മിസ് അങ്ങ് ചെയ്യണം. ചോദിക്കാൻ പറ്റുമോ? പല പഞ്ചായത്തിലും 33% സർക്കാർ റേറ്റിനേക്കാളും താത്ത് വർക്ക് പിടിച്ച് എന്നതേലും ഒക്കെ കാണിച്ചു വെച്ചേക്കുന്നത് കൃത്യമായിട്ട് പിടിക്കാമെങ്കിൽ അതിൻ്റെ എഞ്ചിനീയറേയും ഓവർസിയറേയും ഒക്കെ ഉറപ്പായിട്ടും ഡിസ്മിസ് ചെയ്യാം. അങ്ങനെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എണ്ണത്തിനെ ഒഴിവാക്കാൻ പറ്റും. ഈ ബില്ലുകളെല്ലാം ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുക. മുന്നോട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ പുതുതായിട്ട് വരാൻ പോകുന്ന ഗവൺമെൻറ്റിനോട് പറയട്ടെ, നിങ്ങൾ ഇത് കൂട്ട് തട്ടിപ്പിനും വെട്ടിപ്പിനും ഒന്നും കൂട്ടു നിൽക്കാതെ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനി കേരളത്തിന് ഇത് അന്തിശാസ്ത്രം വലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൻ്റെ ദയനീയ ചിത്രം എന്താണെന്ന് ഓർത്തോണ്ട് പുതുതായിട്ട് ഭരിക്കുന്നവർ
ബഡ്ജറ്റ് അവതരിപ്പിക്കണം, അത് നടപ്പാക്കണം, നിയമവാഴ്ച ഉറപ്പാക്കണം. കേരളത്തിൻ്റെ ദയനീയ ചിത്രം കണ്ടുകൊണ്ട് ഭരിച്ച് ഇത് വിജയത്തിലെത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.